സോ ഗായ്സ്, ഞാൻ ഒരിക്കലും നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ പേര് ഒരിക്കലോ. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന മൈൻക്രാഫ്റ്റിൽ 1 ബ്ലോക്കാണ്. അപ്പോൾ 1 ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബ്ലോക്ക് കുളിക്കും. അപ്പോൾ അടുത്ത ബ്ലോക്ക് സ്പോൺ കൊണ്ടിരിക്കും. അത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ കുളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കണ്ടോ, ഇങ്ങനെ കുളിക്കുന്നതാണ്. ഡേർട്ട്, ഡയമണ്ട് അങ്ങനെ എല്ലാം സ്പോണാവും. അതാണ് 1 ബ്ലോക്ക്. ഇങ്ങനെ നമ്മൾ 1 ബ്ലോക്ക് കുളിച്ചിട്ട് നമ്മൾ എൻഡർമാനെ കൊല്ലണം. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഇവർക്ക് വേറെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, എന്നാലും എൻ്റെ ഒബ്ജക്റ്റീവ് ഇതാണ്. നമുക്കൊരു ചെസ്റ്റ് കിട്ടി, അതിന് 4 ആപ്പിളും 1 സാപ്പിളും കിട്ടി. പിന്നെ ഡേർട്ട് കുറേ കിട്ടും, വുഡ് കുറേ കിട്ടും. അയ്യോ, ഒരു കോഴിയെ കിട്ടി ഗൈസ്. സോറി ഗൈസ്, എനിക്ക് കോഴി ഇഷ്ടമില്ല ഗൈസ്. അതാ പോണ കോഴി, പാവം. അപ്പോൾ കുറച്ച് ഡേർട്ട് ഒപ്പിച്ചിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കാം. ഞാൻ ഒന്ന് പേടിച്ചു പോയി ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മൾ പ്ലാറ്റ്ഫോം 1 ബ്ലോക്ക് വീതം വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇങ്ങനൊരു ചെസ്റ്റ് വെച്ചിട്ട് എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 1 ബ്ലോക്കിൽ ഏറ്റവും വാല്യുബിൾ ആയുള്ള സാധനം ഡേർട്ടാണ്. കാരണം ഡേർട്ട് നമുക്ക് കിട്ടില്ല. അടുത്തത് ചിലപ്പോൾ കേവ്സ് ആവും, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് കേവ്സ് ആവും. ഈ കേവിലൊന്നും ഡേർട്ട് ഉണ്ടാവില്ല. ഡേർട്ട് ഇപ്പോഴാണ് സ്പോണാവും. ആ സ്പോണാവും നമ്മൾ എടുത്ത് വെക്കണം. കാരണം ഡേർട്ട് നമുക്ക് പ്ലാന്റ് നടാനും മരം നടാനും ഒക്കെ വേണ്ടി വരും. സോ ഇത് ഒരു ആഡോണാണ്. യൂട്യൂബർ DMAC അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള ആഡോണാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ വീഡിയോക്ക് 100K ലൈക്ക് തന്നാൽ റെഡിയാക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ പ്ലെയിൻസ് ആണ്. ഓരോ ഫേസുകളായിട്ട് ഉണ്ടാവുക. ഒന്നിൽ 400 ബ്ലോക്ക് ഉണ്ടാവും. ആ 400 ബ്ലോക്കും പൊളിക്കണം. ഞാൻ മാക്സിമം ഇന്ന് ഒരു ഫേസ് തീർക്കാൻ ശ്രമിക്കാം. നമുക്ക് പ്ലെയിൻസ് കിട്ടുന്ന എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ട്. ഈ പശുവിനെ നിലത്ത് വീഴാൻ നോക്കണം. പശുക്കുട്ടിയാ? ഓക്കെ, പശുക്കുട്ടിയാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് കുറച്ച് ബോറിംഗ് ആണ്. ഞാൻ വേണമെങ്കിൽ ടൈമിൽ ടൈപ്സിലാക്കാം. നമുക്ക് ഇതിൽ ഹേബയിൽ കിട്ടും. അത് നമുക്കൊരു തരത്തിൽ യൂസ്ഫുള്ള സാധനമാണ്. കാരണം നമുക്ക് ഹേബയിൽ വെച്ച് വീറ്റ് ഉണ്ടാക്കാം, മീറ്റ് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം. പിന്നെ വീറ്റ് വെച്ചിട്ട് ഷീപ്പിനെയും കൗവിനെയൊക്കെ ഇതാക്കാം. പിന്നെ ഓക്കെ ഗൈസ്, നമ്മുടെ ഫുഡിന് കുറച്ചധികം കാര്യമായി. നമുക്ക് കുറച്ച് കിട്ടിയതൊക്കെ ഞാൻ കളയുന്നില്ല, എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ലിറ്റേഴ്സ് കിട്ടി, മറ്റേ പൊട്ടാറ്റോ കിട്ടി. അപ്പോൾ ക്ലേ ആണ്. ഞാൻ പെട്ടെന്ന് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചു. നമുക്ക് ഈ പശുവിനെയും കോഴിക്കുട്ടീനെയും ഒന്ന് എവിടെയെങ്കിലും മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അവർ അടുത്ത കോഴി. ഇത് കോഴിയാ? അയ്യോ, ഇത് മറ്റേ ഇതാട്ടോ ഗൈസ്. ഇതിനെ കളയരുത്, ഏറ്റവും ആവശ്യമുള്ള സാധനമാണിത്. എന്താ ഇതിൻ്റെ പേരെന്താ? മറ്റേ ഷീപ്പ്. അതിൻ്റെ വൂള് വെച്ചാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബെഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ടും താഴെ വീഴാൻ നോക്കണം. അത് വലിയ കുട്ടിയെ നമുക്ക് അതിൻ്റെ സാധനം യൂസ് ചെയ്യാം. ഒരു ഫെൻസിലാക്കി വെക്കേണ്ടതാണ്, നല്ല എങ്ങനെ വെക്കുള്ളൂ. അത് ഇത്രയും വലുതാക്കി കൊടുക്കാൻ കാരണം വലുതല്ല, ചെറുതാണ്. എന്നാലും ഒരു വിധത്തിൽ വെറുതല്ലേ, അവർക്ക് 2 പേർക്ക് നിൽക്കാനല്ലേ. മറ്റേ കോഴിക്കുട്ടിയില്ലേ, അത് തമ്മിൽ തട്ടി ഇടിച്ച് നിലത്ത് വീണിട്ടുണ്ട്. ഒരു കോഴിക്കും ഇത് തമ്മിൽ ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം തന്നെ നോക്കി നോക്കാം. ഓക്കെ,
വൺ ബ്ലോക്കിൽ പിന്നെ ഡയമണ്ടൊക്കെ ഇങ്ങനെ സ്പോണായി വരും. അത് കേവ്സിലും അത് എന്താ ലോവർ കേവ്സിൽ അടുത്ത കോഴി വന്നു. ഇവരെയൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. പിന്നെ കൊണ്ടുപോകാം. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വയ്ക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് വീട്ടെടുക്കാം. ഇനിയിപ്പോൾ കയ്യിലെടുത്താൽ കണ്ടോ എല്ലാവരും ഇവിടാണ്. അതുകൊണ്ട് കുറച്ച് വലുതാക്കാൻ പറ്റത്, അല്ലെങ്കിൽ അവരും തമ്മിലടിച്ച് നിലത്തോളും. ഓക്കെ, നമ്മൾ 2 ബ്ലോക്ക് കൂടി വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഓടിയിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ? രണ്ടിനും ഓരോന്ന് തിന്നാൻ കൊടുക്കുന്നുണ്ട്. പാവമല്ലേ. നമുക്ക് ഇവരൊന്നും ഇവിടെ അടച്ചിടണം. വയ ഓക്കെ, കോഴി തനിയെ വന്ന് കയറിയിട്ടുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, കോഴി പോയി. പ്രശ്നമില്ല, നമുക്ക് പിടിച്ചിടാം. അതിന് നമുക്ക് ഫീഡ് വേണം കോഴിയെ പിടിച്ചിടാൻ. ആ ഫീഡ് കിട്ടിയില്ല. സോ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ഈ ഇതൊന്നും തുറന്നിട്ട് കൊടുക്കാം. അതിന് വരാൻ പറ്റില്ല. അങ്ങോട്ട് പോയിട്ടാ നിലത്ത് പോയിരുന്നാൽ മതി. ഓക്കെ, അതാ യോ പോലെ പോലെ ഒരടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഐസ്, അപ്പം എനിക്കിപ്പോൾ അപ്പോഴാണ് മനസ്സിലായി ഈ ബേബി മംസിന് 1 ബ്ലോക്ക് ഐറ്റുകൾ ഒന്ന് പന്നി. ഓക്കെ, പന്നിയിൽ എന്താ അങ്ങോട്ട് മാറ്റി നിർത്താൻ ക്യാരറ്റ് വേണം. ഓക്കെ ഗൈസ്, സമയം ഇരിക്കുന്നുണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോം ഒന്നും കൂടി വലുതാക്കാം. നമുക്ക് ഡേർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം വേഗം വലുതാക്കണം. അല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ പിടിച്ചിട്ട് അവരിങ്ങനെ തന്നെ നിലത്തേക്ക് വീഴും. നമ്മളെ വീടില്ല, കാരണം നമുക്ക് അവരൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, സ്റ്റീവ് ഇൻവെൻറ്ററി മൊത്തം നെതറൈറ്റ് ബ്ലോക്ക് പിടിക്കുന്ന ആളാ. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഫിസിക്സ് വന്നിട്ട് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് അടുത്ത് വന്നു. അയ്യോ, ഞാൻ സ്നേഹിക്കുന്നു. ഓക്കെ, ക്യാരറ്റ്. ഓക്കെ, പിന്നെ കുറച്ച് ലിറ്റേഴ്സ്. ഓക്കെ, ഈ സീഡ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് 2 ആവശ്യമുണ്ട്. എല്ലാം ആവശ്യമുണ്ട്. ഒരു സാപ്ലിങ്. എവിടെ പ്രൂ സാപ്ലിങ് കിട്ടിയേ അറിയില്ല. എവിടെ നട്ടു വയ്ക്കാം നമുക്ക്. വൈദവേ നമ്മുടെ സ്ക്രൂ സാപ്ലിങ് ഒന്ന് വെച്ചാൽ നടും, 4 വെച്ചാൽ നല്ല, എങ്ങനെ വെച്ചാൽ നടും. ഓക്കെ, യോ മറ്റേ സാധനം പോയോ? ഓക്കെ, അത് പോട്ടെ. പശു പോയി. വെരി ഗുഡ്. നിങ്ങോട്ട് വരുമോ? വിറ്റ് കറക്റ്റ്. എനിക്ക് വയ്യ ഗൈസ്, എന്ത് കഷ്ടമാണ്. അവർ എഴുകൂടിയാൻ സാറിനോട്ടെ, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. ഇവിടെ ടോർച്ച് കിട്ടിയില്ല. മോബ് സ്പോണാവോന്നും അറിയില്ല. എന്തായാലും ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതവേ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടില്ലേ? ലൈക്ക് അടിക്കേണ്ട കാരണം ലൈക്ക് അടിക്കേണ്ട കാണരുത്. നമുക്ക് ഈ ചവറൊക്കെ ചെഫ്സിലെടുത്ത് വയ്ക്കാം. എൻ്റെ വാല്യുബിളായ മറ്റേ ഡേർട്ടിന് 1 ബ്ലോക്കിൽ ഡയമണ്ടിനെ വരെ കേട്ടോ.
കാരണം ഇവിടെ അങ്ങനെ കിട്ടില്ല. ഡയമണ്ട് അത്ര വിലയൊന്നും ഉണ്ടാവില്ല. ഞാൻ വേറൊരു മോഡൽ കളിച്ച് നോക്കി, അപ്പോൾ അതിൽ അത്ര വിലയൊന്നുമില്ല. ഡയമണ്ട് കേവ്സിൻ്റെ ഫേസിലെത്തിയാൽ അത് പടപടാന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. നമുക്കൊരു വേറെ ചെസ്സും കൂടി വെക്കാം. ഞാൻ രണ്ടെണ്ണം കൂടി ഒന്നിക്കുന്നില്ല, ഒന്നിക്കേണ്ട വെച്ചിട്ടാണല്ലേ ഒന്നിക്കാൻ അറിയാനിട്ടല്ല. ഇത് മിക്കവാറും എൻ്റെ ഇങ്ങോട്ട് ഞാൻ ചാവും. ഇതുവരെ ടോർച്ച് ഒന്നും കിട്ടിയിട്ടില്ല, ടോർച്ച് കിട്ടണം. എന്തൊരു ബാരല് കുറച്ച് സ്റ്റോണ്, എന്താ ഗ്രാസ് എടുത്തൊക്കെയാണ് നമുക്ക്. കാരണം ഫീൽഡ് ടച്ചില്ലല്ലോ, നമുക്ക് ഗ്രാസൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അത് ആവശ്യമുണ്ട്. ഇനി സ്റ്റോൺ ടൂൾസ് ഞാൻ ഇപ്പം എടുക്കില്ല, കേവിലെത്തുമ്പോൾ എടുത്താൽ മതി. കാരണം ഇപ്പോൾ തന്നെ മിക്ക സാധനങ്ങൾ നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഉടനടി സ്റ്റോറേജ് ഉണ്ടാക്കണം. കാരണം ഇതിൽ കുറച്ച് അവർ കിട്ടും, ഒന്നും കളയണ്ട. കാരണം എപ്പോഴാവശ്യം വരിക പറയാൻ പറ്റില്ല. ആ ലീവ് ഫീച്ചേഴ്സ് ഒരു വലിയ ചവറാണ്, പക്ഷെ നമുക്കത് ഫർണേസിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കളയാത്തത്. ഫർണേസിൽ നമുക്ക് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്, അത് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 100 ബ്ലോക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അതാ ഷീപ്പും പിഗും പോയി ഗൈസ്. ഷീപ്പിനെ ഞാനത് പിഗിനെ ഇത് എന്തായാലും ആവശ്യം വരും ഗൈസ്. കാരണം ഞാൻ ഇതുകൊണ്ട് 25 രൂപ ഞാൻ കാണിച്ചു തരാം. ഇത് അൺലിമിറ്റഡ് ഫുഡാണ് ഈ കവ്. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമുക്ക് ഫുഡായിട്ട് കഴിക്കാം. അൺലിമിറ്റഡ് ഫുഡാണത്. ഇപ്പം എടുത്ത് വെക്കാൻ കാരണം ഇപ്പം നമുക്ക് ഹങ്കറൊന്നും കൂടെ നമ്മൾ എന്താ ഓടുന്നില്ല. ഇതെന്താണ് കഴിച്ച് നമ്മൾ ഈ ബ്ലോക്ക് പൊട്ടിക്കും നമ്മളിങ്ങനെ ചാറിന് എനിക്കറിയില്ല. ഓക്കെ, അടുത്ത ചെസ്റ്റ്. ഓക്കെ, കുറച്ച് വുഡ്, കുറച്ച് ബീച്ച് വുഡ്, 2 സാപ്ലിങ്സ്. ഇപ്പം തന്നെ നട്ട് വയ്ക്കാം ആ സാപ്ലിങ്സ്, അല്ലെങ്കിൽ എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും വളരും. ഓക്കെ, നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി പണി നോക്കാം. അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കാൻ സമയമില്ല. നമുക്ക് വേഗം പൊട്ടിച്ചെടുക്കാം, എന്തായാലും കഴിക്ക് വരും. ഓക്കെ, കിട്ടിയ ചവറൊക്കെ നേരെ ചെസ്സിലേക്ക്. ഇപ്പം തന്നെ കണ്ടോ ഗൈസ്, ഒരു ഡബിൾ ചെസ് എന്ന് പറയുന്നത്. ഈ ഡബിൾ ചെസ് അല്ല, സിംഗിൾ ചെസ്റ്റാണ്. പക്ഷേ അത് ഒന്നിച്ചിട്ട ഡബിൾ ചെസ്സാണ്. 2 ചെസ്സിന് ഡബിൾ ചെസ് എന്ന് പറയുക. ഓക്കെ, 2 നിറഞ്ഞു. അടുത്ത് വെച്ചു. ഈ പശുവിന് എനിക്ക് കണ്ണ് കാണാനില്ല പാവം. പശു അടിയിൽ പോയിരുന്നാൽ മതിയായിരുന്നു. നല്ല യൂസാ പശുവിനെ കൊണ്ട്. കൊന്നത്ര വലിയ കാര്യമൊന്നുമില്ല, എന്നാലും. ഓക്കെ, ഡേർട്ട് കുറേ കിട്ടുന്നുണ്ട്, അത് ഞാൻ കളയുന്നില്ല. കാരണം ഇത് നല്ല ആവശ്യം ഉണ്ടാവും ഫ്യൂച്ചറിൽ. നിങ്ങൾ കണ്ടോളി. ബൈ ദ വേ, ഞാൻ ഈ ബേസിൽ അങ്ങനെ ബിൽഡൊന്നും ചെയ്യില്ല. ഈ ഫാമുകൾ ഉണ്ടാക്കും, എക്സ്പ്ലോർ ചെയ്യും, ഡ്രാഗനെ കൊല്ലും. കൊന്നാലോ ഗൈസ്, അത് എങ്ങനെയായാലും അടി പോവും. എന്നാൽ ഒരു പുള്ളിയൊക്കെ കിട്ടുമല്ലോ. ഏത് അത് എന്തായാലും അടി പോവുള്ളതാണ്. ഓക്കെ, എന്തായാലും അടി പോവുള്ളതാണ്. അവിടെ ഞാൻ വന്നു.
രണ്ടെണ്ണം കൂടി ഒരുമിച്ച് നിൽക്കില്ല. എന്നാ ബോൺ ബ്ലോക്കാ. ഓക്കെ ഗൈസ്, ഒരു ബോൺ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ബോൺ ബ്ലോക്ക് അല്ലേ, അതൊക്കെ കോഴ്സ് വരാൻ സാധ്യതയില്ല. ബോൺ ബ്ലോക്കാ ഉറപ്പാ അല്ലേ? ഓക്കെ, ബോൺ ബ്ലോക്ക് കൈ കൊണ്ട് ഓടിച്ചാൽ കിട്ടില്ല. ഓക്കെ, അടുത്ത ടെസ്റ്റ് കുറേ ഫീഡ്. ഈ ഫീഡ് നമുക്ക് ആവശ്യം വരും, കാരണം നമുക്ക് ഫാം ചെയ്യാനല്ലോ ഇതാവശ്യം വരും. ഒരു ട്രിം കിട്ടിയിട്ടുണ്ട്, വൈൽഡ് ആർമർ ട്രിം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോർച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടിരുന്നട്ടെ പിസ്കണ്ട ഫീഡ് നട്ടുവച്ചേക്കാം. ആർമർ ട്രിം ഇപ്പം തന്നെ തരുന്നത് നമ്മൾ എടുത്തു വയ്ക്കാനാണ്. മിക്കരും എടുത്തു വയ്ക്കുന്നില്ല, ഞാനും എടുത്തു വയ്ക്കുന്നില്ല. എന്നാലും യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ടൊന്ന് എടുത്തു വെച്ചതാ. ഓക്കെ, ഇത് മറ്റേ ഈ പശുവിൻ്റെ നാടത്തെ ഗ്രാസാണെന്ന്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. മഷ്റൂം മൈൽഡ്, അവിടുത്തെ ഗ്രാസ് എൻ്റെ കളറിക്ക് ഇഷ്ടമാണ്. എന്താ കോട്ടോ വെച്ച് ഞാൻ ചെയ്യാനാ തിന്നാൻ കിട്ടുമോ? കുറച്ച് എക്സ്പി മാത്രമേ ഉള്ളൂ ഗൈസ്. എക്സ്പി കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് ഈ ഫേസ് തീർക്കലാണ്. ആർമഡിലോ 6. ഇതെന്താ ഈ കുഞ്ഞയിൽ ഇത്രയും മോബ്? എന്താ ഇത്? എന്താ ഗൈസ്, പശുവിന് എന്തേലും പറ്റിയ? ഇതാരാ അടുത്ത പശു? തമിഴടിച്ച് നിലത്തുമില്ലേ ബേസ്? ഇതെന്താ ഗൈസ്, ഞാൻ ലാഗ്, നല്ല ലാഗുണ്ട്. 2 പശു. ഓക്കെ, നമുക്ക് ബ്രീഡ് ചെയ്യാം. ഇപ്പം തന്നെ ബ്രീഡ് ചെയ്യാം, അല്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഈ ഫ്രണ്ട്സ് കേട്ടതേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇവർ സമ്മതിക്കില്ല. ഫ്രണ്ട്സ് കേട്ടത് മുന്നേ പകുതി നിലത്തോളും ഉറപ്പാണ്. ഞാൻ ഫുള്ള് പ്ലാങ്ക്സ് ആക്കിയിട്ട് കുറച്ച് സ്റ്റിക്കർ ആക്കിയിട്ട് ഓക്കെ 18 കിട്ടിയിട്ട് മതിയാവും അറിയില്ല, എന്നാലും വെച്ച് നോക്കാം. സാരം തമിഴ് സ്ഥലത്ത് കളയുന്നാൽ മതി. ഓക്കെ, മാറിത്തരുമോ പ്ലീസ്? ഞാൻ മാറണ്ട. എത്രണ്ണം പോയിപ്പോ? കുട്ടി പോയി തോന്നുന്നു. കുട്ടീനെ അച്ഛൻ അമ്മയും തള്ളിയിട്ടു നെല്ലിക്ക്. എന്താലേ തമ്മിലടിക്കലടാ. വാ
ഓരോരുത്തരായിട്ട് വാ. എവിടെ എന്തറാ തമ്മിലടിക്കല്ലേ? നീ വാ നീ വാ വാ. ചേട്ടാ വീട്ട്. ഓക്കെ, 3 വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉള്ളിൽ കയറുമോ? അയ്യോ, ഞാൻ പുറത്തിറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടുണ്ട്. നമുക്ക് എന്താ അവിടെ വെച്ച് എനിക്ക് തോന്നുന്നു അത് മറ്റേ അവിടെ ആ മഷ്റൂമിൽ ഗ്യാസ് ഒന്നുമില്ലേ, അപ്പോൾ അത് സ്പ്രെഡായെന്ന് തോന്നുന്നു. ഒരു സാപ്ലിങ് കിട്ടി. ഇതിപ്പോൾ തന്നെ നട്ട് വെച്ചു. ഏതാലേ ഓക്കെ, ആട്ടുംകുട്ടി ആട്ടുംകുട്ടി ഒരു ചെറിയ കുട്ടിയിൽ എത്ര തന്നെ നോക്കി നോക്കും. പോടാ 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 അവിടെ അടയ്ക്കറ വലുതാവ്. അങ്ങോട്ട് പോടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ബ്ലോക്ക് മൈൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഇനി ഒരു സർവൈവലും സാധാ വേൾഡിൽ തുടങ്ങണം. ഇത് 1 ബ്ലോക്ക് സർവൈവലാണ്. ഇതിക്ക് ഓരോന്നായിട്ട് എടുക്കാൻ വയ്യ ഗൈസ്, ഞാൻ പൊട്ടിക്കാൻ പോവാ. ഓക്കെ, ആ പന്നി വന്നു. ക്യാറ്റവിടെ? ക്യാറ്റവിടെ? ആ വായോ വായോ. ആ ഇങ്ങോട്ട് വാടാ. ഓനോ ഓക്കെ ഐസ് ഒരുവിധം നമ്മളെ പന്നീനെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഒരു പിഗും ഒരു ഷീപ്പും കൂടി കിട്ടിയാൽ സെറ്റായി. പിന്നെ നമുക്ക് എല്ലാத்தைയും ബ്രീഡ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ ഫേസ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം നമുക്ക് അങ്ങനെ ടൈമില്ല, ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇൻവെർട്ടർ സോർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്തേലും ഒരു കണ്ടന്റ് വേണ്ടേ ടൈറ്റിൽ കൊടുക്കാൻ? ഐ ഡെഡ് ഇൻ ഫസ്റ്റ് 1 ബ്ലോക്ക് സർവൈവൽ അങ്ങനെ കൊടുക്കാമല്ലോ. ഓക്കെ, ഒരു ടെസ്റ്റ് ഫസ്റ്റ് ഞാൻ നടന്നു, അടുത്ത ടെസ്റ്റ് അതൊന്നും നടന്നു. അപ്പോൾ കഴിച്ച് നമ്മുടെ ഇന്നത്തെ സമ്പാദ്യം എന്ന് വെച്ചാൽ ഇതാ ഇത്രേ 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 ഇത്രേ. ഇതിൽ മെയിനായിട്ട് ഈ കുറച്ച് പശുക്കളും ആടും ഇതും പിന്നെ എവിടെ വാട്ടർ ബക്കറ്റും കുറച്ച് സാപ്ലിങ്സും ആണ്. അപ്പോൾ നമുക്ക് ബൈ. ഇങ്ങനെയാണ് നമ്മുടെ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മുടെ അതിലുണ്ട്. ഓക്കെ, ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടം വരെ കണ്ടെത്തിയ എല്ലാവർക്കും നന്ദി. നമ്മുടെ അടുത്ത ഫേസ് ഏതാന്ന് നോക്കിയിട്ടും കൂടിയും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് അണ്ടർഗ്രൗണ്ടാണ് ഗൈസ്. ഓക്കെ,
അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സോ ബൈ.